മനുഷ്യനാണ് തെറ്റ് ചെയ്യുന്നത്. എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും അവൻ എന്തെങ്കിലും അവൻ്റെ ഫോൾട്ട് ഉണ്ടാവും, സ്വാഭാവികമാണ്. ആ സമയത്ത് നമ്മളിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഫ്രണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് നീങ്ങുന്ന എനിക്ക് ഞാൻ എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്താനുള്ള ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അതാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഏറ്റവും നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നിധി എന്ന് പറയുന്നത്. സോ ഗൈസ്, ഞാൻ ലക്കിയാണ് അതിന്റെ കാര്യത്തിൽ. ശരിയാണോ തെറ്റാണോ? ഞാൻ രാജ, അവൻ സൂര്യൻ. ഞങ്ങൾ രണ്ടല്ല, ഒന്നാ. ഒരൊറ്റ തന്തയ്ക്ക് പിറന്ന മക്കൾ, എന്റെ സ്വന്തം. രാജ സൊല്ലറതാൻ ചെയ്വാ, ചെയ്യരുത് മട്ടും താൻ സൊല്ലും. ഇന്ത്യൻ പോലീസ് സർവീസും ഇന്ത്യൻ പോക്കരി സർവീസും തമ്മിലുള്ള വാർ, IPS വാർ. നിങ്ങൾ രണ്ട് സിംഹങ്ങൾ ഗർജിക്കുന്നത് കണ്ടുള്ളൂ. അവർ ഒരുമിച്ച് ചെന്നാൽ എന്റെ നടക്കുന്നത് മനസ്സിലല്ലോ. അവൾ എന്റെ അടുത്ത് പറയാം, അവള് മാന്യമായിട്ടാണ് സംസാരിച്ചത്, നമ്മളെടുത്ത രീതിയാണ് തെറ്റായി പോയത്. എന്റെ അടുത്ത് മെസ്സേജ് അയച്ചെന്ന് പറയാം, അവള് മാന്യമായിട്ടാണ് മെസ്സേജ് അയച്ചത്. അവള് പറഞ്ഞത് ശരിയല്ല. ഞാൻ അവൾക്ക് അപ്പൊ തന്നെ പറഞ്ഞു, അപ്പൊ ഏസല്ലേ എന്റെ അടുത്ത് പറഞ്ഞ, നീ വിടാതിരി, ഞാൻ പറഞ്ഞോളാം. ഇവർക്ക് അത്രയ്ക്ക് ഞാൻ നിന്നെ ഇതാക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ മിണ്ടാൻ ഇരിക്കാൻ. നിന്റെ വോയിസ് നിന്ന് കേൾക്കാൻ താല്പര്യപ്പെടുന്നത് വേറെ കുറച്ച് നല്ല വാക്കുകൾ. അത് നീ ഇങ്ങനെയായിട്ട് പറഞ്ഞുകൊണ്ട് വരുമ്പോ വീഡിയോ ഇട്ടതിന് ഒന്നുമില്ല, പേഴ്സണൽ കാര്യം. പക്ഷെ വേർഡ് അത് ഇച്ചിരി ആ വേർഡ് എന്ന് പറഞ്ഞാൽ സിംപ്ലൈസായിട്ടുള്ള വാക്കാണ്. അത് ഞാൻ ഓർത്തില്ലടാ. കാരണം എന്റെ ലൈവും എന്റെ വീഡിയോസും കാണുന്ന ഒരുപാട് മാന്യമായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കഴിഞ്ഞാൽ എന്നിൽ നല്ലത് മാത്രം എക്സ്പെക്ട് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് മച്ചന്മാരുണ്ട്. സോ അപ്പം അവർക്ക് ഇതൊരു ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യാൻ. കാരണം ഇത് വേറൊരു എക്സ്പോസിന്റെ ഇടയിൽ തന്നെ ഞാനാണെങ്കിൽ അത്രയ്ക്ക് ടേം താഴ്ത്തി പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാലും ഒരു സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആ ഒരു രീതിയിലുള്ള ടേം അങ്ങനെ എത്രയും ആൾക്കാരായിട്ട് യൂസ് ചെയ്യുന്ന അത്ര ശരിയല്ല. ശരിയാ. ഞാൻ അറിയാണ്ട് ഞാൻ അവരുടെ ഒരു ലെവലിൽ ഇറങ്ങിപ്പോയി. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓർത്തിട്ടില്ല. ലൈക്ക് എന്റെ ഒരു ഞാൻ ഓർത്തിട്ടില്ല. ഡിസ്റെസ്പെക്റ്റേ ഉള്ളൂ അതിന്റെ ഒരു മറുപടി എന്ന് പറയുന്നത്. അതിനുപരി അതിനകത്ത് റൂൾസ്, അതിനകത്ത് ബോഡി ഷെയിം ചെയ്തു. അവള് ലാസ്റ്റ് വരെ ബോഡി ഷെയിം ചെയ്തു, അങ്ങനെ എങ്ങനെയല്ലേ പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഏസിന്റെ വോയിസ് കുറെ പേർക്ക് ഇഷ്ടമാണ്. അപ്പൊ വെറുതെ എന്തിനത് കളയില്ല വാല്യൂ. അബദ്ധം പറ്റുമോ സാർ? എങ്ങനെ അബദ്ധം? കൊച്ചുകുഞ്ഞ് നമ്മളെ ചേർക്കുന്ന തൊട്ട് എങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റൂലല്ലേ? എന്റെ ഫീല് തിരിച്ചു കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ എന്റെ സീല് തടുക്കാൻ മാത്രം ധൈര്യമുള്ള വേറെ ആരാളുള്ളത്? തനിച്ചല്ല അല്ലേ? അമ്മാര് ചോദിച്ചു മേടിച്ചതാ. ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യുമ്പോൾ ഒറ്റവട്ടേ ചെയ്യാൻ പാടുള്ളൂ. കാരണം നിന്റെ തന്തയായിട്ട് ചോദിച്ചു നോക്കിയാൽ തന്ത പറയും ദിസ് ഈസ് മീ MHP എന്ന്. അത്രയ്ക്ക് വാലിഡായിരിക്കും. അല്ലാണ് മൊത്തം ഈ പെണ്ണിന്റെ പിന്നാലെ നടക്കുന്ന ഇതുപോലത്തെ ചീത്തന്മാർക്ക് ഞാൻ എന്താ ചെയ്യാപ്പോ?